ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ മീ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒമാനിൽ മഴ പെയ്യുന്നതാണ് കേട്ടോ. ഞങ്ങൾ റൂമിലിരിക്കുമ്പോൾ ചെറിയൊരു മഴച്ചാറലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ വണ്ടി കണ്ട് എടുത്തപ്പോഴേക്കിന് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ടീ ഷോപ്പിൽ നിർത്തിയിട്ട് അവിടുന്ന് ചായ കുടിച്ചിട്ട് പോകുന്നതായിരുന്നു. ഞങ്ങൾ അടുത്തുള്ള കുറേ ടീ ഷോപ്പിലൊക്കെ നോക്കി, അവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അവസാനം മഴയൊക്കെ ഒന്ന് ചാറിയപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ നിർത്തി ഐസ്ക്രീം വാങ്ങി കഴിച്ചു ഗൈസ്. ഇപ്പോഴും മഴയൊന്നും അധികം തോന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഓടിച്ച് കൊണ്ടുപോയി ഗൈസ്. ഒമാനിൽ മഴ പെയ്താൽ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. റോഡുകളും അതേപോലെ ഹൈവേ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിൽ വേഗം വെള്ളം കയറും. അപ്പോൾ വണ്ടികൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിയിലൊന്നും അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം മാതിരി നിറയെ വെള്ളമായിരുന്നു ഗൈസ്. ഒമാനിൽ വാതി വരുന്ന സ്ഥലങ്ങളിലൊന്നും മഴയുള്ള സമയത്ത് പോകാൻ പാടില്ല. കാരണം അവിടെയൊക്കെ വെള്ളം ഒലിച്ച് വരും, അഥവാ നമ്മുടെ വെള്ളപ്പൊക്കം വരുന്ന മാതിരി അങ്ങനെ വരും. ഇതിനു മുമ്പത്തെ പ്രാവശ്യം വാതി ട്രെയിനിൽ സ്കൂൾ പിള്ളേർ വരികയായിരുന്നു. അതിൽ 9 കുട്ടികളെ വാതി കൊണ്ടുപോയി. ന്യൂസിലൊക്കെ അത് വന്നിട്ടുണ്ടാവും. ഇവിടേക്കൊന്നും അങ്ങനെ വാതി വരില്ല, കാരണം ഒക്കെ ഹൈവേ എല്ലാവരും ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും വെള്ളം അങ്ങനെ വരില്ല കേട്ടോ. ചെടികൾക്കും മരങ്ങൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ വെള്ളം കെട്ടിയിട്ടുണ്ടാവും. ഇപ്പം മഴ ചെറുതായിട്ട് തോർന്നൊന്നും വിചാരിക്കേണ്ട ഗൈസ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വരാൻ പോകുന്നത്. ആ ഹോണ്ടേൻ്റെ വൈപ്പർ നോക്കൂ ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ് ആ വൈപ്പർ തിരിയുന്നത്. ഇത് ഹൈവേയിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ഇതാ പോകുന്നു ഡോഡ്ജ് ചാലഞ്ചർ, നമ്മുടെ ബ്ലാക്ക് കളർ വണ്ടി. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ഹൈവേയിൽ ഇപ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല, പക്ഷെ എന്നാലും അവിടെ സ്പീഡിൽ പോകുന്ന വണ്ടികൾക്കാവും കുഴപ്പം. കാരണം ടയർ സ്കിഡായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള നല്ല സാധ്യത ഉണ്ട്. നമ്മുടെ സൈഡിനൊക്കെ വെള്ളം കെട്ടി നിൽക്കുക കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോഴൊന്നും അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കും അറിയില്ല. ഞങ്ങളുടെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുട് പാത്തിൻ്റെ അവിടെ അറ്റം വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുക കേട്ടോ. ഞങ്ങൾ വെള്ളം തെറിപ്പിച്ച് പോകുകയാണ് ഗായ്സ്. നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണ് നല്ല മഴയിൽ വണ്ടി ഓടിച്ച് പോകുന്നതും അതേപോലെ നല്ല ചൂട് ചായ കുടിക്കുന്നതൊക്കെ. ഞങ്ങളങ്ങനെ ടണലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അങ്ങോട്ടൊന്നും വെള്ളം അധികമില്ല. പക്ഷേ ഞങ്ങൾ കുറച്ചാണ്ട് കറങ്ങി ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴേക്കിന് നിറയെ വെള്ളമായിരുന്നു ഗൈസ്. നിറച്ച് വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് വെള്ളം. കണ്ടില്ലേ വെള്ളം ഒലിച്ച് വരുന്നത്? ഈ സൈഡ് മൊത്തം വെള്ളമാണല്ലോ ഗായ്സ്. ഈ വണ്ടീൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടുത്തെ ഈ അൽമഹ പമ്പിൽ കയറി. അപ്പോൾ അവിടെ പമ്പ് ഓപ്പൺ ആയിട്ടില്ല.
ഞങ്ങളാണെങ്കിൽ ആകെ കുടുങ്ങിയെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം പെട്രോൾ ഭയങ്കര കുറവായിരുന്നു. ആകെ പോകാൻ പറ്റുന്ന 20 കിലോമീറ്റർ. സോ അങ്ങനെ ഞങ്ങൾ ഹൈവേ കയറി വേഗം എത്താൻ വേണ്ടിയിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് എല്ലാവരും ഹസാർഡ് ഇട്ടിട്ടാണ് കേട്ടോ ഓടിക്കുന്നത്. പക്ഷെ എന്നാലും ചില വണ്ടികളൊന്നും ഇടുന്നില്ല. മഴ ആയതുകൊണ്ട് എല്ലാവരും ഹസാർഡ് ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വണ്ടിയിൽ നിന്ന് വെള്ളം നല്ലപോലെ തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഫ്രണ്ടിലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് എല്ലാവരും ഹസാർഡ് ഇട്ട് പോകുന്നത്. ഞങ്ങളും ഹസാർഡ് ഇട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വീട് കണ്ടില്ലേ, അത് വീടാണ് കേട്ടോ. അത് ഇവിടുത്തെ കുറച്ച് പൈസക്കാരുടെ വീടാണ്. നമ്മൾ വെള്ളം തെറിപ്പിച്ച് പോവുകയാണ് ഗൈസ് ഹൈവേയിലൂടെ. ഒരു കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അൽമഹ പമ്പെത്തും. കണ്ടില്ല ഗൈസ് എങ്ങനെയാണ് വണ്ടി തെറിപ്പിച്ച് പോകുന്നത്. നിറച്ച് വെള്ളമാണ് ഗൈസ് ഇവിടെയൊക്കെ. ആ ഫ്രണ്ടത്തെ വണ്ടികളൊക്കെ തെറിപ്പിച്ച് പോകുന്ന കണ്ടില്ലേ. ഇനി നമുക്കും തെറിപ്പിക്കാം ഗൈസ്. വെള്ളത്തിന് തെറിപ്പിച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്, രസമല്ലേ? പൊള്ളി അല്ല പിന്നെ. ഇതേ നോക്കൂ, വെള്ളച്ചാട്ടം. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ പറയാണ്, അച്ഛൻ ഇനി വെള്ളച്ചാട്ടം കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. നല്ലപോലെ കെട്ടി നിൽക്കുന്നുണ്ട്. കണ്ടില്ല ഗൈസ്, ഇവിടെ ഒരു മസ്താങ്ക്. ഞങ്ങളങ്ങനെ പെട്രോൾ അടിക്കാൻ കയറ്റി നിർത്തിയിറക്കാണ് നമ്മുടെ വണ്ടി. സോറി ഗൈസ്, ഇത് ഷെൽബിയാണ്, മസ്താങ്ക് അല്ല. ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി ബീച്ചിലേക്ക് വന്നു ഗൈസ്. സോ ഇവിടെ തമ്പു റങ്കറക്കറ എന്നുള്ള പാട്ട് വെച്ചിട്ട് റീൽസ് എടുക്കുകയാണ്. ഞാനൊരു റീൽസ് എടുത്തിട്ടുണ്ട്, പക്ഷേ തമ്പുവിനെ എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഞങ്ങളങ്ങനെ റീൽസ് എടുത്ത് കഴിഞ്ഞു. പക്ഷേ അതിടണമെന്നില്ല, കാരണം തമ്പു ഇങ്ങനത്തെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. സോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.